ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ്. അനഘ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നി പരീക്ഷയിൽ പുറത്തായിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ജഡ്ജസ് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ടാസ്കിലെ പെർഫോമൻസിനെ മാത്രമല്ല ജഡ്ജസ് വിലയിരുത്തുന്നത്. ജഡ്ജസിന്റെ അഭിപ്രായത്തിൽ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ്, അത് ആക്ച്വലി ശരിയുമാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജസിന്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയുമാണ്. ഇവരുടെ കാഴ്ചപ്പാടിൽ പേഴ്സണാലിറ്റിയാണ് അവർ നോക്കുന്നത്. ജഡ്ജസ് കണ്ടസ്റ്റൻസിന്റെ പേഴ്സണാലിറ്റി കൂടി നോക്കിയിട്ടാണ് അതിനകത്ത് നിന്ന് അവരൊരാളെ ചൂസ് ചെയ്യുന്നത്. ടാസ്കിന്റെ പെർഫോമൻസ് മാത്രമല്ല. സോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് മാത്രമല്ല എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. സോ മേ ബി അവരുടെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ജഡ്ജസിന്റെ ക്രൈറ്റീരിയ നമുക്ക് നല്ല സ്മാർട്ടായിട്ട് തോന്നുന്ന കണ്ടസ്റ്റൻസിനെ മേ ബി അവർക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കും. കാരണം ബിഗ് ബോസിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് സാധാരണ ഓഡിയൻസിന് അറിയില്ല. കാരണം സാധാരണ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് തിരഞ്ഞെടുത്ത 10-20 പേരെയാണ് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ കാണുന്നത്. ആദ്യമായിട്ടാണ് ഒരു ലൈവായിട്ട് നമ്മളിങ്ങനെ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ കാണുന്നു. സോ അതിനകത്ത് 3 പേരിരുന്നിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. സോ ഇതിലെ നമ്മുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടും ജഡ്ജസിൻ്റെയും ഈ ഒരു ഷോയുടെയും കാഴ്ചപ്പാട് ഉറപ്പായിട്ടും ഡിഫറൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവരവരുടേതായ മാനദണ്ഡം അനുസരിച്ചാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടും വളരെ സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അനഘയെ തോന്നിയിട്ടുള്ളത്. പക്ഷെ ബിഗ് ബോസിന് അല്ലെങ്കിൽ ആ ഒരു ഷോയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാൾ അപ്പുറം ജഡ്ജസ് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ മറ്റു പലതുമായിരിക്കാം. എന്തായാലും അനഘ ബിഗ് ബോസിൽ നിന്ന് അഥവാ അഗ്നി പരീക്ഷയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്.